കൊച്ചെത്തി ചെറുവത്തൂരിൽ കോളേജ് വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ കേസിലേക്കാണ്. നീ എന്താ ഞെട്ടാത്തെ? ഞാൻ ഒരു പ്രാവശ്യം ഞെട്ടിയതാ, എപ്പോഴെപ്പോഴും ഞെട്ടാ എനിക്ക് വട്ടൊന്നുമില്ല. അയ്യങ്കി സ്വദേശിനി 19-കാരി മുബഷീറിയാണ് മരിച്ചത്. എലിവിഷം ഉള്ളിൽ ചെന്നതാണ് മരണകാരണം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? കൈതക്കാട് ആൽവർദ വിമൻസ് കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. ജൂൺ 2 മുതൽ ചികിത്സയിലായിരുന്നു മുബഷീറ. മദ്രസ അധ്യാപകനുമായി വീട്ടുകാർ വിവാഹം നിശ്ചയിച്ചതിലുള്ള എതിർപ്പ് മൂലം ജീവനൊടുക്കിയായിരുന്നു എന്നാണ് വിവരം. ഇതിൽ പോലീസ് പറയുന്നത് 19 വയസ്സുകാരിയാണ് മുബഷീറ, ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണ്. ഇവർക്ക് ഒരു മദ്രസ അധ്യാപകരുമായി വിവാഹം ഉറപ്പിച്ചിരുന്നു. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആ വിവാഹത്തിലുള്ള ആ എതിർപ്പിനെ തുടർന്നാണ് ഈ കുട്ടി ജീവനെടുക്കാൻ എലിവിഷം കഴിച്ചതും പിന്നീട് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിക്കുന്നതും. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ട് നീയൊക്കെ എന്ത് കുന്താണോ നേടുന്നത്? ടോമെ, ഇത് പറയുമ്പോൾ ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ടത് കഴിഞ്ഞ ആഴ്ച നമ്മൾ നിരന്തര ഭർത്തൃമതികളായ യുവതികൾ ജീവനൊടുക്കുന്ന സാഹചര്യമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഞാൻ നിങ്ങളുടെ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചു. മോശം എന്ന് പറഞ്ഞാൽ മോശം അഭിപ്രായം കുടുംബത്തെ പറ്റി നാട്ടുകാർ. പലതിലും ഗാർഹിക പീഡനം, സ്ത്രീധനം ആവശ്യപ്പെട്ടുള്ള ഇത്തരത്തിൽ നിരന്തര പീഡനം, ഇങ്ങനെയൊക്കെ ഈ കേസുകളിൽ FIR ഉണ്ടെങ്കിലും ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. പോലീസ് എന്നെ പൊട്ടനാക്കാണോ? അതാക്കേണ്ട കാര്യമുണ്ടോ? ഈ കാസർഗോഡ് ജില്ലയിലെ പെൺകുട്ടികൾക്ക് ഇത് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നതെന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. കാരണം തുടർച്ചയായുള്ള ആത്മഹത്യകൾ. ഭർത്തൃമതികളായ യുവതികൾ മുതൽ ഇതുപോലുള്ള കോളേജ് വിദ്യാർത്ഥിനികൾ വരെയും ജീവനെടുക്കുന്ന സംഭവം. നിങ്ങൾക്കിപ്പോ ആരെങ്കിലും എന്നെ തലയെ കെട്ടി വെക്കണം, എന്നാൽ അത് നടക്കില്ല. ഞാൻ ആരെ കെട്ടണമെന്ന് ഞാൻ തീരുമാനിക്കും. ഒരുപക്ഷെ ഈ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിക്കുന്നതിന്റെ മാനസിക സമ്മർദ്ദം പലരിലുമുണ്ട്. എന്റെ ഈശ്വര, എന്റെ വീർപ്പുമുട്ടൽ ഒരൊറ്റ മനുഷ്യനും മനസ്സിലാക്കുന്നില്ലല്ലോ. കാരണം ഇത് 19 വയസ്സാണ് ഈ പെൺകുട്ടിക്ക്. ഈ ചെറിയ പ്രായത്തിൽ, അതായത് പഠിക്കുന്ന പ്രായത്തിൽ വിവാഹം ഉറപ്പിക്കുന്നു, പിന്നീട് വിവാഹം കഴിപ്പിച്ചയക്കുന്നു. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടിവെച്ച് കൊല്ലണം. ഈ ശൈശവ വിവാഹം പോലും ഈ സമീപകാലത്ത് റിപ്പോർട്ട് ചെയ്ത ജില്ലയാണ് കാസർഗോഡ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെ മുന്നിലും കേരളം നാണം കെടും. നമ്മുടെ ഭരണകൂടമൊക്കെ ഈ വിഷയത്തിൽ ഏറെ ശ്രദ്ധ പുലർത്തേണ്ടതല്ലേ, ഏറെ ഗൗരവത്തോടെ കാണേണ്ടതല്ലേ? ഒരു ബോധവൽക്കരണമല്ല ഈ വിഷയത്തിൽ വേണ്ടത്, കൃത്യമായ ഇടപെടലുകളാണ്. തലതിരിഞ്ഞ രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയിലെടുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി. ഇതേ പടന്ന എന്ന് പറയുന്ന സ്ഥലത്താണ് ഒരു ശൈശവ വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. ആ ശൈശവ വിവാഹം നടന്നത് ഇതേ സ്ഥലത്താണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഇപ്പോൾ അവർക്ക് വിദ്യാഭ്യാസം വേണം, സ്വന്തമായ ഒരു ജോലി വേണം. അത്തരം സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ അവർക്ക് വലിയ തോതിൽ ഇങ്ങനെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ നിർബന്ധിക്കപ്പെടുന്നു. ഇവരുടെ മനസ്സിൽ ഇരുട്ടാണ്. കാലം മാറിയൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. പഠിച്ച പെൺകുട്ടികളെ പിടിച്ച് അടുക്കളന്റെ ഉള്ളിൽ കെട്ടിയിട്ട് ബിരിയാണിയും കോഴിക്കറിയും വെപ്പിക്കുന്നത് സംസ്കാരമുള്ളവർക്ക് ചേർന്നതല്ല. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു?